ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്ക് ബജറ്റ് ഉദ്യോഗസ്ഥന്മാർ കൈമാറുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. കന്റോൺമെന്റ് ഹൗസിൽ നിന്നാണ് ഈ ചടങ്ങ്. നിങ്ങൾ കാണുന്നത് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരും. ചീഫ് സെക്രട്ടറി സാന്നിധ്യം ഉണ്ട്. പറയൂ ഷബീദ് റാവുത്തർ, അച്ചടിച്ച ബജറ്റിന്റെ പകർപ്പാണ് മുഖ്യമന്ത്രി കൈമാറിയത്. ബജറ്റ് ഇതാ ഇപ്പോൾ കൈമാറിയിരിക്കുന്നു. അതായത് കേരളത്തിന്റെ വരും വർഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലവര നിശ്ചയിക്കുന്ന ബജറ്റ് അതിപ്പോൾ കന്റോൺമെന്റ് ഹൌസിൽ ചീഫ് സെക്രട്ടറിയും അതേപോലെ ധനകാര്യ വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ അടക്കമുള്ള ആളുകൾ നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായില്ല. അദ്ദേഹം ഉദ്യോഗസ്ഥരിൽ നിന്ന് ബജറ്റ് ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം ബജറ്റുമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെ പ്രധാനപ്പെട്ട റൂമിന്റെ അകത്തേക്ക് പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ തലവര എന്തായിരിക്കും, കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ, അതേപോലെ തന്നെ UDF സർക്കാരിന്റെ വികസന സ്വപ്നങ്ങൾ വി.ഡി. സതീശൻ ഇക്കഴിഞ്ഞ 2 ആഴ്ച കൂട്ടിയിട്ടുള്ള അദ്ദേഹം സാമ്പത്തികമായി കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിശ്ചയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റ് അച്ചടിച്ച പകർപ്പ് അതിപ്പോൾ സർക്കാർ പ്രസിൽ നിന്നും കന്റോൺമെന്റ് ഹൌസിലേക്ക് എത്തിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം 2-3 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അതിലൊന്നെന്ന് പറയുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇതിന് ശേഷം ഉണ്ടാകില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം നേരത്തെ സാധാരണയിൽ ഈ KN ബാലഗോപാലൊക്കെ ചെയ്യുന്നത് ഈ ബജറ്റ് ഏറ്റുവാങ്ങിയ ശേഷം ഒരു പ്രതികരണം ഉണ്ടാകും, ഇറങ്ങി വരുമ്പോൾ ഒരു പ്രതികരണം ഉണ്ടാകും. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നമുക്കറിയാം പലതരത്തിൽ സാമ്പത്തിക വരുമാന വർധനമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റാണ്. ആ ബജറ്റാണ് കന്റോൺമെന്റ് ഹൌസിൽ വെച്ച് ഇപ്പോൾ ഗവൺമെന്റ് പ്രസിലെ ഉദ്യോഗസ്ഥർ, സാധാരണ കാഴ്ച മാത്രമാണ്, പക്ഷേ ഇത്തവണ അത് മാത്രമായിരുന്നില്ല. ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ജയതിലക് ഉണ്ടായിരുന്നു, അതേപോലെ ധനവകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ ഉണ്ടായിരുന്നു, മറ്റ് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവരടക്കം അവരുടെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആ ബജറ്റ് സർക്കാർ പ്രസിൽ നിന്നും ഏറ്റുവാങ്ങിയത്. ഇനിയിപ്പോൾ അദ്ദേഹം ഒരു 8:30 ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് ഇറങ്ങും. 9 മണിക്കാണ് നിയമസഭയിൽ ബജറ്റ് അവതരണം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഒരുപക്ഷേ അടിമുടി മാറ്റങ്ങൾ പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് കിഫ്ബിയിലടക്കമുള്ള നിലപാട് അത് ശ്രദ്ധേയമാകും. കിഫ്ബിയെ ഉടച്ചു വാർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കിഫ്ബിയെ നിയന്ത്രണത്തിലാക്കാൻ, ധനകാര്യ വകുപ്പിനെ നിയന്ത്രണത്തിലാക്കാനുള്ള തീരുമാനമുണ്ട്. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, അതിൽ നമ്മൾ എടുത്തു പറയുന്ന കാര്യം വരുമാന വർധനയുള്ള ലക്ഷ്യങ്ങളാണ്. അതിൽ നികുതി വകുപ്പ് വീണ്ടും പുനഃസംഘടിപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ നികുതിയേതര വരുമാന വർധനവിന് പലതരത്തിലുള്ള പദ്ധതികൾ, അതടക്കം നമുക്ക് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ സാധാരണ ആളുകൾ കൗതുകത്തോടെ കാണുന്നത് ഇന്ദിരാ ഗ്യാരണ്ടിയിലെ മറ്റു പദ്ധതികളുണ്ട്. അതിൽ ഈ KSRTC സൗജന്യ യാത്രയും വയോജന വകുപ്പ് അതിനപ്പുറത്തേക്ക് മറ്റു ചില പദ്ധതികളുണ്ട്. പ്രത്യേകിച്ച് ഈ കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ബജറ്റിൽ എന്തുണ്ടാകും, സംരംഭകർക്കുള്ള സഹായമുണ്ട്, അതിലെന്തുണ്ടാകും എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏത് തരത്തിലുള്ള നീക്കം വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കും, ഇപ്പോൾ ഈ വാതിലിനകത്തേക്ക് കൊണ്ടുപോയ ബജറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് വലിയ ആകാംക്ഷയും കൗതുകവുമാണ്. സ്കൈൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.